ഇതെന്തോ നടക്കുന്നത്? മൃഗശാലേ? സബ്കാ സ്വാഗത. ചിരഞ്ജീവി ലൂസിഫർ തെലുങ്കിലോട്ട് റീമേക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ലാലേട്ടനെ ഭായിജാൻ എന്ന് വിളിക്കുന്ന രാജുവേട്ടന്റെ കഥാപാത്രം ചെയ്യാൻ ഭായിജാനെ തന്നെ വിളിച്ചോണ്ട് വന്നിട്ട് കൈ തന്ന് സഹായിച്ചവന്റെ കാല് തല്ലി ഒടിച്ചു എന്ന് പറയുന്ന കുറെ സീനും കൊടുത്തിട്ട് കാശും കൊടുക്കാതെ വണ്ടി കയറ്റി വിട്ടു. ഈ റീമേക്ക് പടങ്ങൾ വെച്ച് സല്ലൂബായിക്ക് പണി കൊടുക്കുന്ന പരിപാടി ചിരുസാർ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. പടം പിടിച്ചു കഴിഞ്ഞാൽ ഇലക്ഷനിൽ ജയിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ മുരുകദോസിനെ ചാക്കിട്ട് പിടിച്ചൊരു പടമുണ്ട് സ്റ്റാലിൻ. ആ പടം കണ്ടിട്ട് അങ്ങേറെ സ്വന്തം നാട്ടുകാർ പോലും അങ്ങേർക്ക് വോട്ട് ചെയ്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ പടം നിനക്ക് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് സൽമാൻ ഖാനെ നിർബന്ധിച്ച് ചിരഞ്ജീവി സാർ ആ പടം ഹിന്ദിയിലോട്ട് റീമേക്ക് ചെയ്യിപ്പിച്ചു. ആ പടമാണ് ജയ് ഹോ. അപ്പോൾ പണം തുടങ്ങുമ്പോൾ ഒരു റോഡിൽ കൂടെ ചറപറ ഇങ്ങനെ വണ്ടികൾ പോവാണ്. വീൽ ചെയറിലിരിക്കുന്ന കൊച്ചിനെ ഈ വണ്ടി തട്ടാ രക്ഷിക്കാനായിട്ട് സ്റ്റിക്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത കൊച്ച് സ്റ്റിക്ക് കളഞ്ഞിട്ട് ഓടി വരും. ചുഴട്ടി അടിച്ചാൽ പോലും കൊള്ളാത്ത ദൂരത്ത് നിൽക്കുന്ന വണ്ടി നീ കൊച്ചിനെ രക്ഷിക്കുന്നൊക്കെ പോട്ടെ, 10 വയസ്സ് പോലും ഇല്ലാത്ത കൊച്ചിനെ അപ്പൂപ്പന്മാർ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു വീൽ ചെയർ മറ്റേ കൊച്ചിന് കാലിന് വയ്യെന്ന് കാണിക്കാനായിട്ട് നല്ല ഒന്നാന്തരം നാഗ്പൂർ കാർഡ്ബോർഡിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ലെഗ് പാഡ്. ഈ സീനിന്റെ മികവ് കണ്ടിട്ട് ആ കൊച്ചിനെ തന്നെ ചിരി വന്നു. എനിക്ക് ഡയറക്ടർ സുഹേൽ ഖാനോട് ഒരു ഒറ്റ കാര്യമേ പറയുള്ളൂ, നോ മാറ്റർ ഹൗ ഹാർഡ് യു ട്രൈ ദർ വിൽ ഓൺലി ബി വൺ രാഘവ ലോറൻസ്. അല്ലേ ലോറൻസ് അണ്ണാ? ഒരു അറകുറ മെന്റല പാത്ത് കേൾക്കുന്ന കേൾവിയാ ഇത്? ഓ സോറി അണ്ണാ. അങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളോട് പോലും ഒരു മര്യാദയും കാണിക്കാതെ ഈ വില്ലന്മാർ വന്നിരിക്കുന്ന ഈ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോകാനാണ്. തലേ ദിവസം ബാറി വെച്ച് കയറി പിടിച്ചതിന് പോലീസിന് പിടിച്ചു കൊടുത്തതിന് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ട് വീണ്ടും കയറി പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ് ഈ മാമന്മാർ. പക്ഷേ ഈ ചേച്ചി ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സെല്ലുബായുടെ മമ്മി വരും. അവർക്കാണെങ്കിൽ ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു കളർ ഭയങ്കരമായിട്ട് സൂചിച്ചു. അവര് പറയും, എന്നെ കൂടെ കൊണ്ടോ. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീകാലായിട്ട് ടൂർ പോവാണോ? അപ്പോൾ പടം തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയുള്ളെങ്കിൽ സീനെല്ലാം ഒരുമാതിരി ഫെവിക്കോൾ വെച്ച് പല്ല് തേച്ച പോലെ എന്ത് ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നോക്ക്. അപ്പോൾ പക്ഷേ ഒരുപാട് നേരം പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇവർ തന്നെ ആ പെണ്ണിനെ കാറിൽ കയറ്റി പറഞ്ഞയക്കും. എന്നിട്ട് സല്ലു ഭായിയെ വിളിക്കും. ഇനി സല്ലു എൻട്രി. അരങ്ക അതിര വയ്ക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഫറാറി അതിര വയ്ക്കാൻ പറ്റുമോ സല്ലു ഭായിക്ക്? നന്നായിട്ടുണ്ട് സല്ലു ഭായി, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സല്ലുബായി വന്നാൽ എന്തായാലും ഒരു ഫൈറ്റ് വേണമല്ലോ. എൻ്റെ പത്തനംതിട്ടയുള്ള ഒരു നന്മൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കൂലിപ്പണിക്ക് പോയ കാശും കൊണ്ട് ഭായിമാർ പാനം തട്ടി വരുന്നത് സല്ലുബായിയുടെ ഫൈറ്റ് കാണാൻ മാത്രമാണെന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഈ പടത്തിനകത്ത് കുറെ പുതിയ ആയോധന മുറകൾ പരീക്ഷിച്ചിട്ടുണ്ട്. വായിലിട്ട് വലി, കയ്യിലിട്ട് കടി, മുങ്ങാങ്കുഴിയിട്ട് ചാട്ടം, അങ്ങനെ. ആൻഡ് ഈ ഫൈറ്റിലെ കുറെ ക്രിയേറ്റീവ് ചോയ്സസ് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം, കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക എന്ന് പറയാൻ തോന്നി. ഉദാഹരണത്തിന് ഗുണ്ട സല്ലുവിനെ അടിച്ചു കഴിഞ്ഞ് വിറയ്ക്കുന്ന കാൽമുട്ടും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾപ്പിക്കും. തിരിച്ച് സല്ലു അവനെ അടിക്കുമ്പോഴോ ഇനി അത് വല്ലതും ആയിരിക്കുമോ? ശേഷേ അങ്ങനെയൊക്കെ ആലോചിക്കുന്നതേ പാപം. വെരി ഫണി. അപ്പോൾ നമ്മുടെ സല്ലുബായി പണ്ട് ആർമിയിലായിരുന്നു. പക്ഷെ തോക്കിന്റെ സ്കോപ്പ് നോക്കിയിട്ട് കാര്യമില്ല, ബൈക്കിന്റെ സ്പീഡ് കൂട്ടിയിട്ട കാര്യമുള്ളതെന്ന് സല്ലുബായി മനസ്സിലാക്കിയപ്പോൾ തന്നെ യവ ആർമിയിലുണ്ടെങ്കിൽ ഒന്നും നടുനൂത്തി ഇരിക്കാൻ പോലും സമയം കിട്ടില്ലെന്ന് ആർമിക്കാരും മനസ്സിലാക്കി. അതുകൊണ്ട് കൈയോടെ ഒരു സസ്പെൻഷൻ അടിച്ചാൽ കൈ കൊടുത്തു. പക്ഷെ ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും ഒരു സച്ച രാജ്യസ്നേഹിയെ നിനക്കൊന്നും തളർത്താൻ പറ്റില്ലടാ. വേലയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സല്ലുബായി എന്നും രാവിലെ കോളേജിൽ പോകും. യെസ് മാം. കണ്ടാലും വിളി കേട്ടാലും അവിടുത്തെ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുമെങ്കിലും സല്ലുബായി അവിടെ പോകുന്നത് കൈയില്ലാത്ത കുട്ടികൾക്ക് എക്സാം എഴുതി കൊടുക്കാനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന പിള്ളേർ തനിയെ ഒരു റൂമിലിരുന്നല്ലേ എഴുതാറ്. പക്ഷെ സല്ലുബായിക്ക് ഒരു നിർബന്ധമുണ്ട്, എന്ത് ചെയ്താലും അത് വേസ്റ്റ് ആയി പോരുത്, മിനിമം 3 പേർക്കെങ്കിലും ഉപയോഗം ഉണ്ടാവണം. അതുകൊണ്ട് അങ്ങേര് പറഞ്ഞു പിള്ളേർ തിങ്ങിക്കൂടി ഇരിക്കുന്ന ഒരു ഹാളിന്റെ ഒത്ത നടുക്ക് സീറ്റ് തരാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ കൊച്ചു കഷ്ടപ്പെട്ട് പഠിച്ച സാധനമൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനത് കഷ്ടപ്പെട്ട് എഴുതുന്നുണ്ട്. അപ്പൊ അത് കേട്ട് ബാക്കിയുള്ള പിള്ളേരും കൂടെ എഴുതിക്കോട്ടെ. അതല്ലേ സച്ചാ ജനാധിപത്യം. അതെ. അപ്പൊ ഡെയിലി ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ബാക്കി ടൈമിൽ സല്ലു സാർ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു സംശയം ആർക്കായാലും കാണും. ഈ സംശയം ചിരുസാറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങേറെ വേർഷനിൽ ആ പഞ്ചായത്തിൽ എല്ലാവർക്കും എക്സാം എഴുതി കൊടുക്കുന്നത് ചിരുസാർ തന്നെയാണ്. കൈയില്ലാത്ത കുട്ടി കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത കുട്ടി, ഫുൾ ടൈം എൻഗേജ്ഡ്. എന്തിനധികം പറയുന്നത്, കണ്ണ് കാണാത്ത കൊച്ചിന് കെമിസ്ട്രി ലാബ് പ്രാക്ടിക്കൽസ് വരെ ചിരുസാറാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ അനാലിസിസ് കണ്ടിട്ട് നിനക്ക് 20 out of 20 കിട്ടുമെന്ന് തോന്നുന്നു. മാർക്ക് ഇടുന്നതും ചിരുസാർ തന്നെ. കാര്യം നമ്മുടെ സല്ലുബായിക്ക് ഒരു ഫാമിലി മാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, തലവട്ടം കണ്ടപ്പോഴേ തന്ത പോയി, തിരിച്ചറിവായപ്പോൾ തങ്കച്ചിയും പോയി. ആകെ ഇപ്പൊ കൂടെ ഉള്ളത് തല്ലു മേടിച്ചിരുന്ന ഒരു തള്ളയാണ്. അപ്പൊ ഇളയ മോളെ ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയതുകൊണ്ട് ഇനി ബാക്കിയുള്ള സല്ലുബായി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടണമെന്നുള്ളതാണ് തള്ളയുടെ ഡിമാൻഡ്. അത് പിന്നെ അങ്ങനെ സല്ലുബായി വേലയും കൂലി ഇല്ലാതെ പുര നിറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ റിക്വസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഓർഡർ ഇടാൻ തുടങ്ങും. പക്ഷെ കാര്യം സല്ലുബായിക്ക് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ അങ്ങേരെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അത് പറയാറേ ഇല്ല. എടാ മാമച്ച, കല്യാണക്കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാകുകയല്ല. ഉഴപ്പോ? ഞാനോ? കർത്താവ് പൊറുക്കുകയല്ല. അപ്പോൾ മോസ്റ്റ് എലിജിബിൾ ബാച്ചലറായിട്ട് നടക്കുന്ന സല്ലുബായിയുടെ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് നായികയുടെ വരവാണ് അടുത്തത്. ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സല്ലുബായിയെ പോലെ തന്നെ യവക്കും വേലയും കൂലിയൊന്നുമില്ല. സല്ലുബായി രാവിലെ എക്സാം എഴുതാൻ പോകുന്ന പോലെ യവള് രാവിലെ പാട്ട് വെട്ടിയായിട്ട് ഇറങ്ങും ഡാൻസ് കളിക്കുക. ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേനയില്ലാത്ത ചന്ത ലെവൽ ഡാൻസ്. ആ ഡാൻസ് കണ്ടിട്ട് തബു കൊല്ലങ്ങളെ പ്രേമിച്ച് വീട്ടുകാരെ വെറുപ്പിച്ച് ഇറങ്ങി വന്ന കെട്ടിയോ വായും പൊളന്ന് നോക്കും. കാരണം അമ്മാര് മുദ്രകളാണല്ലോ ചേച്ചിയുടെ കയ്യിലുള്ളത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ.
ഈയിടെയായിട്ട് നമ്മുടെ രാശി ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വരുന്നതെല്ലാം വെറൈറ്റി പ്രണയകഥകളാണ്. ഗ്രേ കളറിനെ പ്രണയിച്ചവൻ, വല്ലവന്റെയും കാമുകിയെ പ്രണയിച്ചവൻ, തേപ്പ് ഇട്ടിട്ട് അത് തൂത്തിട്ട് വീണ്ടും പ്രണയിച്ചവൻ, അങ്ങനെ എല്ലാവരെയും എൻജോയ് ചെയ്ത നിങ്ങൾക്കായി സല്ലുബായി അവതരിപ്പിക്കുന്ന ഒരു മൂത്രപ്പുര ലവ് സ്റ്റോറിയാണ്. അതായത് ആരുടെ കൊച്ചിനെ ഒന്ന് ബാത്റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് സല്ലുബായി ചോദിച്ചപ്പോൾ ചേച്ചി കൊച്ചിനെ കൊണ്ടുപോകും. ആ കൊച്ചി തിരിച്ചു വന്നപ്പോൾ തൊട്ട് പിങ്ക് കളർ സെയിം പിഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഭർത്താവ് മാത്രം അറിയേണ്ട കാര്യം സല്ലുബായി അറിഞ്ഞുകൊണ്ട് ഇനി സല്ലുബായി തന്നെ അവളുടെ ഭർത്താവ് എന്ന് ചേച്ചി അങ്ങ് തീരുമാനിക്കും. ഇപ്പോഴും ഒരു കേവലമായ കഥയെ എങ്കയാച്ച് കേട്ടതുണ്ടായി യുവർ ഓണർ. പക്ഷെ ഞാൻ കേട്ടിട്ടുമുണ്ട് പാത്തിട്ടുമുണ്ട് ഇതിന്റെ ഒറിജിനൽ. ഇതിപ്പോ ഇതിനകത്ത് ഈ ഒരു കൊച്ചു പറഞ്ഞ സല്ലുബായി അറിയാതെ അറിഞ്ഞല്ലേ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ചിരുസാറ് തന്നെ തൃഷ ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് അകത്തിട്ടിരിക്കുന്നതെല്ലാം മഞ്ഞ കളറിലെ ആന്റി എന്ന് ചോദിക്കും. പക്ഷെ തൃഷ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാൻ ആന്റി ഒന്നുമല്ല, പ്രായമായവർ എന്നെ മഹാലക്ഷ്മി എന്ന് വിളിക്കും, പയ്യന്മാരെന്നെ സൂപ്പർ ചരക്കെന്ന് വിളിക്കും എന്ന് പറഞ്ഞ് തൃഷ ചേച്ചി അങ്ങോട്ട് തിരിച്ചടിക്കും. പക്ഷെ അപ്പൊ ചിരുസാറിന് ഒരു സംശയം, ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്ന തൃഷ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന്. I'm just 19. വാവ്. അപ്പൊ നമ്മുടെ നായിക ഒരു പണിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് ഒരുപാട് പണികളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ തബുവിന്റെ മോൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാത്റൂമിലോട്ട് അതിക്രമിച്ച് കയറിയിട്ട് അവനെ കുഞ്ഞനലി എന്ന് വിളിച്ച് കളിയാക്കുക. അവക്ക് ബ്ലാക്ക് ഷർട്ട് ഇടാൻ ഷർട്ട് ഇല്ലെങ്കിൽ അവൻ അലക്കായിട്ടിരുന്ന ഷർട്ട് എടുത്തോണ്ട് പോവുക, എന്നിട്ട് അത് തിരിച്ച് മേടിക്കാനായിട്ട് അവൻ അവളുടെ ഫ്രോക്ക് ഇട്ടുകൊണ്ട് വരിക. അങ്ങനെ സാധാരണ ഒരു നല്ല പ്രണയകഥയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും മിക്സിയിൽ അരച്ചാൽ ചേരില്ല എന്ന് പറഞ്ഞ് അമ്മയിൽ തന്നെ അരച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രേമം കോൺക്രീറ്റ് പോലെ ഉറക്കാൻ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഒരു ദിവസം സല്ലുബായി തബു ചേച്ചി ചന്തയ്ക്ക് പോയതുകൊണ്ട് ഇവരുടെ വീട്ടിൽ വന്നൊന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും മോന്തയിൽ പഞ്ചിയും വെച്ച് വന്ന ചേച്ചി സല്ലുബായി ആണെന്ന് അറിയാതെ വെച്ചിരുന്ന തലേണ എടുത്ത് മാറ്റി സല്ലുബായിയുടെ കാലിന്റെ ഇടയിലോട്ട് അവളുടെ തല കുത്തി കയറ്റാൻ നോക്കും. പക്ഷെ അത് സല്ലുബായി ആണെന്ന് പറഞ്ഞപ്പോൾ ഇവള് ഞെട്ടിപ്പോയി. അത് സ്വാഭാവികം, ആള് മാറിപ്പോയതായിരിക്കും. പക്ഷെ ഇത് ശരിക്കും ആരാണെന്ന് ഇവള് വിചാരിച്ചെന്നറിയോ? തബുവിന്റെ 10 വയസ്സുള്ള മോൻ. അപരാധിയാണ് നീ. നിന്നെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുമ്പിൽ അടക്കിയ ഞാൻ മുഖ്യമന്ത്രിയോട് പറയും, എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് നീയാണ്. അപ്പൊ ഇതൂടെ ആയപ്പോഴത്തേക്കും പ്രേമം കൺഫേം. പിന്നെ പരമ്പരാഗതമായിട്ട് പ്രേമം ഉറപ്പിക്കുന്നത് പാട്ടിലൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഫൈറ്റിലെ പോലെ തന്നെ ഈ പാട്ടിനകത്ത് അവർ കുറെ വെറൈറ്റി കൊറിയോഗ്രാഫി ട്രൈ ചെയ്തിട്ടുണ്ട്. ആർമി ബേസിലോട്ട് കയറി വരുന്ന നായിക ആരും ഇല്ലെന്ന് കണ്ടില്ല, അവളുടെ ചന്ത ഡാൻസ് അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പൊ നായകൻ എവിടെ? അപ്പോൾ കമ്മിങ് ബാക്ക് ടു എക്സാം എഴുത്ത് ഒരു ദിവസം മന്ത്രിയുടെ മോക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തപ്പോഴത്തേക്കും ജെനീലിയ ചേച്ചിക്ക് വേണ്ടി എക്സാം എഴുതാൻ വന്നിരുന്ന അണ്ണൻ ആ ട്രാഫിക്കിനകത്ത് പെട്ടുപോയി. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ബ്ലോക്കിനകത്ത് പെട്ടുപോയതുകൊണ്ട് തന്നെ പുള്ളിക്ക് എക്സാം എഴുതാൻ വരാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഈ കോളേജ് ഇരിക്കുന്ന ഒരു പ്രത്യേക യൂണിവേഴ്സിലാണ്. PG ക്ലാസ്സും 5ാം ക്ലാസ്സും ഒക്കെ ഒരേ ഫ്ലോറിലാണ്. അങ്ങനെ നമ്മുടെ ജെനീലിയ ചേച്ചി എന്നിട്ട് തബു ചേച്ചിയുടെ മോനോട് സല്ലുബായിയെ വിളിച്ച് നോക്കാൻ പറയും. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ എല്ലാവരും ഇൻക്ലൂഡിങ് സല്ലുബായി ആ ട്രാഫിക് ബ്ലോക്കിൽ തന്നെയാണ്. അങ്ങനെ വേറെ ഒരു വഴിയില്ലെന്ന് കണ്ടപ്പോൾ ജെനീലിയ ചേച്ചി കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ആൾക്കാരോട് എക്സാം എഴുതി തരാമെന്ന് അപേക്ഷിക്കുക. ആരോടൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോട്, ബസ് പിടിച്ച് നാട് വിടാനിരിക്കുന്നവരോട്, അല്ലെങ്കിൽ പണിക്കാരില്ലാത്ത കടക്കാരോട്, അങ്ങനെ എഴുതി തരാൻ പറ്റാത്ത എല്ലാവരോടും ചെന്ന് അപേക്ഷിക്കും. പക്ഷെ ആ സ്കൂളും കോളേജും ഉള്ള ഗ്രഹത്തിനകത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് വേണമെങ്കിൽ ഒന്ന് എക്സാം എഴുതി തരാമെന്ന് ചോദിക്കാം. ചോദിക്കില്ല. കാരണം അവരെങ്ങാനും വന്ന് എക്സാം എഴുതി തന്നാലോ നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് ചീപ്പ് ഇമോഷനാണ്. അതുകൊണ്ട് സെമസ്റ്റർ എക്സാമിന് റീടെസ്റ്റ് ഉണ്ടെന്ന് പോലും ഓർക്കാതെ ജെനീലിയ ചേച്ചി മോളിൽ നിന്ന് എടുത്ത് ചാടും. പക്ഷെ ചേച്ചി ചാടിയുടെ ഷോക്കിൽ സല്ലുബായി താഴെ വന്ന് അഭിനയം തുടങ്ങുന്നതിന് മുന്നേ അവള് താഴെ എത്തി അഭിനയം അങ്ങ് തുടങ്ങി. അപ്പൊ ഇനി അവളെ ഓവർ പവർ ചെയ്യുന്ന പോലെ വേണമല്ലോ സല്ലുബായി അഭിനയിക്കാൻ. കം ഓൺ സല്ലുബായി. തന്തയ്ക്ക് പറഞ്ഞവരാരും ഞങ്ങളുടെ സല്ലുബായിയുടെ അഭിനയത്തിനെ കുറ്റം പറയാറില്ലടാ. അങ്ങനെ പറഞ്ഞാ പിന്നെ ആരും കുറ്റം പറയലല്ലോ. കാരണം പറഞ്ഞവൻ തന്തയ്ക്ക് പിറകാത്തവനായി പോത്തില്ലയോ. അപ്പൊ നമ്മുടെ ജെനീലിയ ചേച്ചി മരിച്ചത് സല്ലുബായിക്ക് ഭയങ്കര ഷോക്കായി. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്ക്. അതുകൊണ്ട് അങ്ങനെ അത് മനസ്സിൽ പോലും വയ്ക്കാതെ അടുത്ത ദിവസം ഗുളിക മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലോട്ട് പോകും. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, ലോജിക്കൊന്നും കാണൂല. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പുറത്തു വന്ന സല്ലുബായി ബൈക്ക് ഓൺ ചെയ്തതും വഴിയിലിരുന്ന പിച്ചക്കാരന്റെ മൊത്തം സ്പോട്ട് ലൈറ്റ് അടിക്കും. ഈ ലൈറ്റ് അടിച്ചതിന്റെ ഷോക്കിലിരുന്ന പിച്ചക്കാരന് സല്ലുബായി ചോദിച്ചപ്പോൾ കൊച്ചിന്റെ പേര് പറയാൻ അറിഞ്ഞുകൂടാ. അപ്പോഴേ സല്ലുബായിക്ക് മനസ്സിലായി ഇത് കട്ടോണ്ട് വന്ന കൊച്ചാണെന്ന്. എന്തായാലും എക്സാം എഴുതി കഴിഞ്ഞു, ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ തൊഴിലില്ലായ്മ വെച്ച് കൊച്ചിന്റെ തന്തയെ കണ്ടുപിടിച്ചിട്ട് കൊച്ചിനെ കൊണ്ട് തിരിച്ചു കൊടുക്കും. ഇതിലും ചിരുസാർ വ്യത്യസ്തനാണ്. ചിരുസാർ ചോദിച്ചു, വല്ലവനും കടത്തിയ കൊച്ചിനെ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് കൊടുത്താലും കടത്തിയ ക്രെഡിറ്റ് അവനായിരിക്കുമല്ലോ. അത് പാടില്ല, എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നെ വേണം. അതുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് വല്ലവന്റെയും കാരണത്തിരുന്ന കൊച്ചിനെ കമ്പിയിട്ട് കീ ഹോൾ കുത്തിപ്പൊളിച്ച് കാർ തുറന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങേര് തന്നെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കും. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ കാണാതെ പോയ കൊച്ചിനെ സല്ലു തിരിച്ചു കൊണ്ടു കൊടുത്തോണ്ട് അവരൊരു മര്യാദയുടെ പുറത്ത് താങ്ക് യു എന്നൊന്ന് പറയും. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് അവർക്ക് പോലും മനസ്സിലായില്ല. സമയം എത്രയെന്ന് ചോദിച്ചാൽ ഉടനെ MLM സ്കീമിലോട്ട് വലിച്ചിരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനെ പോലെ സല്ലുബായി അവിടെ ഇരുന്ന് വരെ അങ്ങോട്ട് തുടങ്ങും. അതായത് പുള്ളിയുടെ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വാട്ടച്ചായ മേടിച്ചെന്ന് വിചാരിച്ചു, നിങ്ങൾ എനിക്ക് അതിന് കാശൊന്നും തരണ്ട. പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പകരം നിങ്ങൾ വേറെ 3 പേർക്ക് ചായ മേടിച്ചു കൊടുത്താൽ മതി. അതായത് ഒരു ചായക്ക് 10 രൂപ.
10 രൂപയ്ക്ക് ചായ കുടിച്ച നിങ്ങൾ എനിക്ക് 10 രൂപ എന്ന് തരണ്ട, ചെറിയ എമൗണ്ട് അല്ലേ. പകരം നിങ്ങൾ 30 രൂപയ്ക്ക് വേറെ 3 പേർക്ക് ചായ മേടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല, ഈ 30 രൂപയ്ക്ക് ചായ മേടിച്ച് കുടിച്ചവന്മാരോട് വേറെ 90 രൂപയ്ക്ക് 9 പേർക്ക് ചായ മേടിച്ചു കൊടുക്കാൻ പറയണം. എന്നിട്ട് ആ 9 പേര് 27 പേർക്ക്. അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. കോടികൾ അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. 10 കാശ് പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു വട്ടച്ചായൊക്കെ ഓസിന് കുടിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു ശിക്ഷയാണ്. അങ്ങനെ സല്ലുഭായി അവിടെ ഇരുന്നത് വരച്ച് 4,30,00,000 എന്നിട്ടൊരു ഉപദേശം. ഇത് ഞാനൊന്ന് റഫായിട്ട് വരച്ചാ, നിങ്ങളൊക്കെ വിചാരിച്ചോ ഇതിന്റെ മുകളിലും പോകും. എന്തായാലും പണി പാളിയെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഉഫ് മോനെ കിടിലൻ ഐഡിയ, ഞങ്ങളിതാ ഇപ്പൊ തന്നെ കയ്യും കഴിയും ഇറങ്ങാൻ 3 പേരെ സഹായിക്കാനെന്ന് പറയും. അങ്ങനെ $multi-billion ഡീൽ സൈൻ ചെയ്ത ബിസിനസ് മാഗ്നറ്റിനെ പോലെ സല്ലുഭായി ഇറങ്ങി വരുമ്പോഴത്തേക്കും തബുചേച്ചി പറയും, അല്ലാതെ ഇപ്പൊ തലയ്ക്ക് സൂല്ലെന്ന് കരുതി ആങ്ങളെ കൊണ്ട് കളയാൻ പറ്റൂ. പിന്നെ അങ്ങോട്ട് സല്ലുഭായിയുടെ ഈ സ്കീം എങ്ങനെയാണ് നാട് മുഴുവൻ നിപ്പ പോലെ ഒട്ടിപ്പിടിച്ചതെന്നാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഈ പെണ്ണുമ്പിള്ളയുടെ പരാതി. നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ടെങ്കിലും തബു നടത്തുന്ന പ്രൈവറ്റ് പോലീസ് സ്റ്റേഷൻ പരിപാടിയാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ ഈ പെണ്ണുമ്പിള്ളയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരുത്തം ഫോണിൽ കൂടെ വിളിച്ച് ഇവരോട് മോശമായിട്ട് സംസാരിക്കുന്നു. സല്ലുഭായി കാര്യം പറഞ്ഞ് അപ്പൊ തന്നെ കോളറാക്കിയത് ആളെ പൊക്കിക്കൊണ്ട് ഇവളുടെ മുന്നിലിട്ടപ്പോൾ അയാൾ അവളുടെ ഡോക്ടറാണെന്ന് മനസ്സിലാവും. സല്ലുഭായി ഇവനെ തല്ലിയത് എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ ചിരു സാർ, ഡോക്ടർ നാണമില്ലടാ. എങ്ങനെയാണ് സ്ത്രീകളോട് സംസാരിക്കേണ്ടതെന്ന് നിനക്ക് നിന്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ലടാ. ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ. അപ്പൊ സല്ലുഭായി ഈ സ്കീം ഇറക്കിയത് തന്നെ ഇന്ന് വാർഡ്, നാളെ പഞ്ചായത്ത്, മറ്റന്നാൾ ജില്ല, അങ്ങനെ അടുത്ത ശനിയാഴ്ച കൊണ്ട് ഇത് രാജ്യം മുഴുവൻ അങ്ങ് വ്യാപിച്ചിട്ട് സഹായം വേണോ സഹായം എന്ന് ചോദിച്ചാൽ ആളുകൾ കൂട്ടിയിടിച്ച് വീഴുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പുള്ളി നോക്കിയപ്പോഴത്തേക്ക് രാജ്യത്തിന് വലിയ മാറ്റമൊന്നുമില്ല. ഇനി വാക്ക് പറഞ്ഞവന്മാരങ്ങനെ ചെയ്യാതിരുന്ന് കാണുമെന്ന് അറിയാനായിട്ട് സല്ലുഭായി CC പിരിക്കാൻ പോകുന്ന ഏജന്റിനെ പോലെ എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് ചോദിക്കും, ഞാനെന്ന് പറഞ്ഞ ആ ചായ സ്കീം ചെയ്തായിരുന്നു. പക്ഷെ അവരെല്ലാം സല്ലുഭായിയെ പറ്റിക്കായിരുന്നു. ഒരുത്തനും ചായ മേടിച്ച് കൊടുത്തിട്ടുമില്ല, നാട്ടിൽ പാലിന്റെ വില കൂടിയിട്ടുമില്ല. അങ്ങനെ വിഷമിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഭക്ഷണം മേടിച്ച് തരാമെന്ന് ചോദിച്ച ഒരു കൊച്ചിനെ ഒരുത്തം തള്ളിയിടുന്നത് സല്ലുഭായി കാണുന്നത്. ഇത് കണ്ടപ്പോൾ അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ അങ്ങ് പുറത്തു വന്നു. ഞങ്ങൾ ഇവിടെ 3 പേരെ സഹായിക്കുന്ന കാര്യം പറയുമ്പോഴാണോ നിന്റെ ഓരോ. അങ്ങനെ കലി തീരുവോളം അവനെ അടിച്ച് പിരുത്തിട്ട് സല്ലുഭായും വണ്ടി വിട്ടുപോയി. അല്ല, സല്ലുഭായി നാളെയെങ്കിലും ആ കൊച്ചിന് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് നാളെ പിടിപ്പത് പണിയാ. എന്ത് പണി? അത് കണ്ടുപിടിക്കില്ല നാളത്തെ പണി. അങ്ങനെ. പക്ഷെ അന്ന് അടി മേടിച്ച് മുഴുവൻ വീണ്ടും അടി മേടിക്കാനായിട്ട് തബുവിനെ പിടിച്ചു വെച്ചിട്ട് സല്ലുഭായിയെ വിളിച്ചു എടുത്തു. സല്ലുഭായി അങ്ങോട്ട് വന്നിട്ട് സിംഹഗർജനം തുടങ്ങും. പക്ഷെ ഈ അന്തം കൊന്നും ഇല്ലാത്ത ഫൈറ്റിനിടയ്ക്ക് സല്ലുഭായിക്ക് ഒരു ഫേവറേറ്റ് തല്ലുള്ളി ഉണ്ട്. അങ്ങേരില്ല, അവനെ മാത്രം അടിച്ചിട്ട് വീണ്ടും പിടിച്ചു ചേർത്ത് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, അവനെ അടിച്ചിട്ട് അവൻ വീഴുന്നതിന് മുന്നേ ഇങ്ങനെ തന്നെ പോയി അങ്ങ് വീഴും. ഫസ്റ്റ്. പക്ഷെ ഇങ്ങനെ സല്ലുഭായിയുടെ മേത്ത് കിടക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഗുണ്ടാ തലവൻ ഇറങ്ങി ഓടാൻ നോക്കി. പക്ഷെ സല്ലുഭായി വിടുവോ? ഇന്നലെ രാത്രി അപ്പൊ സല്ലുഭായി ഇങ്ങനെ കഥകൾ പൊളിച്ച് തല്ലിക്കൊണ്ടിരുന്ന ഏതോ കൊമ്പത്തെ മന്ത്രിയുടെ മരുമോന്റെ പാർട്ടിയിലുള്ള ഒരു തല്ലുള്ളിയായിരുന്നു. അവനെ തല്ലിയതും പാർട്ടി ഓഫീസ് അടിച്ച് തകർത്തതും തീർത്ത് പോലീസ് വന്ന് സല്ലുഭായിയെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് സല്ലുഭായിയെ റിലീസ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ മരുമോൻ തന്നെ നേരിട്ട് വരും. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. ഒരക്ഷരം പോലും തെറ്റിയില്ല. 4 ആള് കൂടുന്നിടത്ത് കിടന്ന് പട്ടിയെ പോലെ അടി മേടിച്ചു. ഇതിനെയാണ് ആകാശത്തൂടെ പോണ പണിയെ ആമസോൺ വഴി ഓർഡർ ചെയ്ത് മേടിക്കുക എന്ന് പറയുന്നത്. എന്തുവാടെ ഇപ്പൊ അയാളെ കയറി മുമ്പ് വയ്ക്കൂ. ഈ അടിയുടെ ഇടയ്ക്ക് സല്ലുഭായി അടി കൊള്ളുന്നവനോട് ചോദിക്കും, വോട്ട് തരുന്ന പ്രജകളൊക്കെ വെറും പട്ടികളാണെന്ന് വിചാരിച്ചോടാ. ഈ സിനിമയായിട്ടോ ഈ ഡയലോഗിന് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അങ്ങേര് നിങ്ങളെ പട്ടിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കയ്യിലിരിപ്പ് കൊണ്ടാണ്. പിന്നെ ആക്ഷൻ കയറി ചൂടായ എഞ്ചിൻ തണുപ്പിക്കാൻ ബോളിവുഡ് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നത് റൊമാൻസ് ആണല്ലോ. അല്ല, ഇതൽ വേറെ കൊള്ളാവുന്ന ഒന്നും. ഓഹോ, ഇതിലിപ്പോ അയാൾ പട്ടിയെന്ന് വിളിച്ചാണല്ലോ ഇത്ര വലിയ പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടി കൊണ്ട മരുമോനെയും കൂട്ടി അവന്റെ ഭാര്യ അവളുടെ മന്ത്രിയായ തന്തയെ കാണാൻ ചെല്ലും. അങ്ങനെ സല്ലുഭായിക്ക് പണി കൊടുക്കാന്ന് വാക്കും കൊടുത്തിട്ട് സല്ലുഭായിക്ക് തല്ലു മേടിച്ചു കൊടുക്കുന്ന തള്ളയെ അടിച്ചങ്ങ് തൂക്കും. മറ്റേ ഇതിനകത്ത് പറയുന്നല്ലോ, പാണ്ട് ലോറി വന്ന് ഒറ്റ ഇടി റൈറ്റ് കിഡ്നിയിൽ. അങ്ങനെ അവർക്ക് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് കിഡ്നിയും മാറ്റി വെച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണു തുറന്ന് അവർ സല്ലുഭായിയോട് ചോദിച്ചു, മോനെ നീയാണോ എനിക്ക് കിഡ്നി തന്നതെന്ന്. കിണ്ടി തരും ഞാൻ കിണ്ടി എന്നാണ് പറയേണ്ടെങ്കിൽ സല്ലുഭായി ഒന്നും പറയാതെ ഒരു സൈഡിലോട്ട് നോക്കും. അപ്പൊ ഒരു റിവ്യൂൽ ഉണ്ട് മോനെ. ബക്കറ്റ് വിരുന്ന് നടത്തി റെസിഡൻസ് അസോസിയേഷന് വേണ്ടി പിടിക്കുന്ന ടെലിഫിലിമിൽ പോലും ഇങ്ങനെ ഒരു ഷോട്ട് കാണില്ല. ആരെങ്കിലും ഒരുപാട് സ്നേഹം കാണിക്കുമ്പോൾ എന്താ കിഡ്നി വേണമെന്ന് ചോദിക്കുന്നതൊക്കെ പഴയ ഐഡിയ. ചോദിക്കാതെ കിഡ്നി തന്നുകൊണ്ട് സ്നേഹം ഉണ്ടാവുന്നതൊക്കെയാണ് പുതിയ ഐഡിയ. പിന്നെ അടിച്ചു തൂക്കിയെന്നല്ലാതെ മന്ത്രിയാണ് ഇത് ചെയ്തതെന്ന് സല്ലു സൈഡിന് അറിയില്ലല്ലോ. അതുകൊണ്ട് വേറെ ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കുന്നതിന് മുന്നേ അവരാണ് ചെയ്തതെന്ന് വിളിച്ചു പറയും. എന്നാൽ പിന്നെ ഇന്ന് മന്ത്രിയുടെ എല്ലൊടിച്ചിട്ടേ കാര്യമുള്ളതെന്ന് പറഞ്ഞ് സല്ലുഭായി ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക് തബുചേച്ചി പറയും, അയ്യോ മോനെ അടി ഉണ്ടാക്കില്ല, നമുക്ക് അവിടെ പോയി സമാധാനം സംസാരിക്കാന്ന്. കിട്ടി ബോധിച്ചല്ലോ പ്രപഞ്ചമേ, പ്രപഞ്ച ശക്തിക്ക് നന്ദി.
ഇങ്ങനെ നിന്ന് അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ സല്ലുബായിക്ക് തിരിച്ചടിക്കാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ റൈഡറിലെ കിട്ടിയ പോലെ ഇടത്തേക്ക് സംബന്ധമേ ഇല്ലാമ മന്ത്രി കുറെ ഡയലോഗ് അടിക്കും. എനിക്കെതിരെ എഴുതിയ പത്രക്കാരന്റെ കൈ വെട്ടി, അപ്പൊ ഇനി അയാൾ എഴുതില്ലല്ലോ. എനിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയുടെ നാക്ക് വെട്ടി, അപ്പൊ ഇനി അയാൾ വിധി പറയില്ലല്ലോ. ഞാൻ തന്നെ തീവ്രവാദം നടത്തി, അതാവുമ്പോ വേറെ ആരും നടത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചിരുസാർ ക്രെഡിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ അവസാനം പറയും ജനീല ചേച്ചി മരിക്കാൻ കാരണം ഇങ്ങേറെ മോളുടെ ഷോപ്പിംഗ് ആണ്. ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലേ. പക്ഷെ ഇത് കേട്ടതും സല്ലുബായിയുടെ ഉള്ളിലെ സിംഹം ഉണരും. അങ്ങനെ വീണ്ടും ആ ഓഫീസ് ഒന്നുകൂടെ അടിച്ചു പൊളിക്കും. ഇതിന്റെ ദേഷ്യത്തിൽ സല്ലുബായിയെ എന്തായാലും കൊല്ലുമെന്ന് ശബ്ദം എടുത്ത മന്ത്രി അങ്ങനെ പെങ്ങടെ മോനെ തട്ടിക്കൊണ്ട് പോകും. പക്ഷെ കടത്തിക്കൊണ്ട് പോയെങ്കിലും ഗേറ്റ് കിടക്കുന്നതിന് മുന്നേ സല്ലുബായി ബൈക്കിൽ പുറകെ വെച്ച് പിടിക്കും. സ്വന്തം താല്പര്യത്തിന് വേണ്ടി റോഡിൽ കൂടെ പോകുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഗുണ്ടകൾ വണ്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടിക്കും. ആഹാ, നീയൊക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടിക്കുമെങ്കിൽ ഞാൻ ട്രാക്കിൽ കൂടെ ഓടിക്കുന്നു സല്ലുബായി. ആഹാ, നീ ട്രാക്കിൽ കൂടെ ഓടിക്കുമെങ്കിൽ ഞങ്ങൾ ട്രെയിനിൽ ചെന്ന് ഇടിക്കുമെന്ന് വില്ലന്മാര്. അവസാനം വണ്ടിയും പോയി കിണ്ടിയും പോയി നിന്ന വില്ലനെ സല്ലുബായി ബൈക്ക് എറിഞ്ഞു കൊന്ന് കൊച്ചിനെ രക്ഷിക്കും. കാര്യം ഈ സീൻ ചെയ്തത് സല്ലുബായി ആണെങ്കിൽ ഈ സീൻ ഒരു പഞ്ചില്ല. അതൊക്കെ അങ്ങ് തെലുങ്കില്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മളുള്ള അടി തീരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭരിക്കാൻ മുംബൈ പോലും ബാക്കി കാണില്ലെന്ന് മനസ്സിലാക്കിയ ചീഫ് മിനിസ്റ്റർ അവരെ രണ്ടുപേരെ ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിക്കും. അവിടെയും സല്ലുബായിയെ കൊല്ലുന്ന ശബ്ദം എടുത്ത മന്ത്രി മുഖ്യമന്ത്രിയെ കുത്തും. പക്ഷെ ചാവുന്നതിന് മുന്നേ കുത്തുകൊണ്ട മന്ത്രിയെ സല്ലുബായി രക്ഷിക്കും. അങ്ങനെ ഇപ്പൊ നീ മുഖ്യമന്ത്രിയെ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് മന്ത്രിയുടെ ഇതുവരെ തല്ലുകൊള്ളാത്ത മോൻ വരും. പിന്നെ സല്ലുബായിയുടെ ഷർട്ട് ഊരി അടി, സോറി കടി. അങ്ങനെ മന്ത്രിയെ ഒഴിച്ച് ബാക്കി ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നിട്ട് ഓടവെള്ളവും കുടിച്ച് രക്ഷപ്പെടാൻ നോക്കിയ സല്ലുബായി അടിക്കാൻ വീണ്ടും ഗുണ്ടകൾ വരും. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് അങ്ങനെ രക്ഷിക്കും. പക്ഷെ അതൊരു ഓട്ടോ അല്ലേ, എത്ര സ്പീഡിൽ ഓടാനാണ്. അതുകൊണ്ട് ഓട്ടോ രക്ഷിക്കാനായിട്ട് പാറ്റൺ ടാങ്ക് വരും. അവസാനം കുത്തുകൊണ്ട സല്ലുബായി ആശുപത്രിയിലാവും. പക്ഷെ ഈ സമയം കൊണ്ട് രാജ്യത്തെ ചായ വിൽപ്പന ആകെ അങ്ങ് ഉണർന്നു, പശുക്കളാകെ തളർന്നു. അതുകൊണ്ട് അതിന് നന്ദി പറയാനായിട്ട് ജനകോടികൾ അവരുടെ വിശ്വസ്ത സ്ഥാപകനെ തേടി വന്നു. അങ്ങനെ അവസാനം ആരാധകരെ കണ്ട സന്തോഷത്തിൽ സല്ലുബായി 3 വിരൽ പൊക്കി കാണിക്കും. 2 വിരൽ പൊക്കിയ വിക്ടറി. അപ്പൊ 3 വിരൽ പൊക്കിയ അത് 30 രൂപയുടെ ചായ മേടിച്ചു കൊടുത്തൊരു രാജ്യം മുഴുവൻ സല്ലുബായിയുടെ സ്നേഹം കാണിച്ച പോലെ നിങ്ങൾക്കും സ്നേഹം കാണിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് ചേട്ടനല്ലേ? അതെങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ അത്ര സെപ്പി ടാങ്ക് കണ്ടതാ. അല്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ വിരലൊക്കെ പൊക്കി കാണിക്കായിരുന്നു. ഈയിടെയായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫ്രൈഡേയും കൃത്യം 8 മണിക്ക് തന്നെ വീഡിയോ ഇടുന്നുണ്ട്. കുറച്ചധികം പണിയുണ്ട്. അതുകൊണ്ട് സല്ലുബായി പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ 3 പേർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ 3 പേരോട് 9 പേർക്ക് അയച്ചു കൊടുക്കാൻ പറയണം. എന്നിട്ട് ആ 9 പേരോട് 27 പേർക്ക്. പിന്നെ ആ 27 പേര് നിങ്ങൾക്കറിയാലോ, പറഞ്ഞിരുന്നാൽ മതി. അടുത്ത് എങ്ക ശിവാജി? Things just got out of hand. ഇതൊക്കെ സ്കൂൾ പിള്ളേരോട് പോയി പറ സാറേ.